Today we are going to discuss about consequence of completeness and nested interval. Okay, അപ്പോൾ completenessുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താണ് nested interval എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. Okay, we say that a sequence of intervals in such that n belongs to capital N is nested if the following chain of inclusions held. Nested interval എന്താണെന്ന് ഒരു മാർക്കിനെ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട ഡെഫിനിഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു സീക്വൻസ് ഓഫ് ഇന്റർവെല്ലുകളാണ് നെസ്റ്റഡ് ഇന്റർവെൽ. ആ നെസ്റ്റഡ് ഇന്റർവെല്ലുകൾ എപ്പോഴാണ് നെസ്റ്റഡ് എന്ന് പറയുന്നത്? I1 കണ്ടെയ്ൻസ് I2 കണ്ടെയ്ൻസ് I3 കണ്ടെയ്ൻസ് എക്സെട്ര IN കണ്ടെയ്ൻസ് IN+1 കണ്ടെയ്ൻസ് എക്സെട്ര. ഓക്കെ, ഒരു ഇൻഫിനിറ്റ് സീക്വൻസ് കേട്ടോ. ഇൻഫിനിറ്റ് സീക്വൻസ് ഇങ്ങനെ ഒരെണ്ണത്തിനകത്ത് മറ്റതുണ്ട്, അതിനകത്ത് മറ്റതുണ്ട്, ഇങ്ങനെ പോകുന്ന ഇന്റർവെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെസ്റ്റഡ് ഇന്റർവെൽ എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ എന്താണ് നെസ്റ്റഡ് ചെയിൻ ഓഫ് സെറ്റ് എന്നൊക്കെ ഓൾറെഡി മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നെസ്റ്റഡ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഈ നെസ്റ്റഡ് ഇന്റർവെലിന്റെ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കിക്കേ, ഇതാണ് I1 എന്ന് പറയുന്ന ഒരു വലിയ ഇന്റർവെൽ. കണ്ടോ, ഈ I1-നകത്ത് ആരുണ്ട്? I2 എന്ന് പറയുന്ന ഒരു കൊച്ചു ഇന്റർവെൽ ഉണ്ട്. ആ I2-നകത്ത് പിന്നെ ആരുണ്ട്? I3 എന്ന് പറയുന്ന ഇന്റർവെൽ ഉണ്ട്. പിന്നെ അതിനകത്ത് ആരുണ്ട്? I4 ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ പോകുന്ന ഇന്റർവെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെസ്റ്റഡ് ഇന്റർവെൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്റർവെൽ 0,1/n എന്ന് പറയുന്നത് IN = 0,1/n എന്ന് പറയുന്നത് നെസ്റ്റഡ് ഇന്റർവെൽ ആണ്. നോക്കിയേ, I1 എന്ന് പറയുന്നത് 0,1/1, അതായത് 1 വരും. I2 എന്ന് പറയുന്നത് 0,1/2 വരും. I3 എന്ന് പറയുന്നത് ആര് വരും? 0,1/3 വരും. അങ്ങനെ എക്സെട്ര പോകും. അപ്പൊ അതിന് നമ്പർ ലൈൻ വരച്ചാൽ ഇത് 0 ആണെങ്കിൽ ആ 0 മുതൽ 1 വരെ ഒരു ഇന്റർവെൽ, അടുത്ത 0 മുതൽ 1/2 വരെ നടുക്ക് വരും. 1/2 വരെ അടുത്ത ഇന്റർവെൽ, 0 മുതൽ 1/3 വരെ അടുത്ത ഇന്റർവെൽ. ഇതെല്ലാം ഇതിനകത്തായിട്ട് നിൽക്കുന്ന പരിപാടിയാണ് അല്ലെ. അപ്പൊ ഇതൊരു നെസ്റ്റഡ് ഇന്റർവെൽ ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ എക്സാമ്പിൾ സഹിതം നെസ്റ്റഡ് ഇന്റർവെൽ ചോദിച്ചാൽ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ഡെഫിനിഷനും എഴുതിയിട്ട് ആ എക്സാമ്പിൾ എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടി ആണ് നമ്മൾ നോക്കുന്നത്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പൊ ഫോർ ഈച്ച് n belongs to n, assume we are given a closed interval in equal to an, bn. ക്ലോസ്ഡ് ഇന്റർവെൽ ആണ് an bn. ഓക്കെ, അതായത് x belongs to r such that an less than or equal to x less than or equal to bn. an ഉം ഉണ്ട് bn ഉം ഉണ്ട്, അതിനിടയിൽ വരുന്ന നമ്പേഴ്സും ഉണ്ട് അല്ലെ. അപ്പോ ഈ പറയുന്ന in കണ്ടെയ്ൻസ് in+1 ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? in എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെൽ ഉണ്ട്. ഓരോ in നമ്മൾ എടുത്താലും in-നകത്ത് ആര് കാണും? in+1 കാണും. അതായത് ഇതൊരു നെസ്റ്റഡ് സീക്വൻസ് ആണ്. I1 കണ്ടെയ്ൻസ് I2 കണ്ടെയ്ൻസ് ആണ്. I1 കണ്ടെയ്ൻസ് I2 കണ്ടെയ്ൻസ് I3 കണ്ടെയ്ൻസ് എക്സെട്ര. ഇതൊരു നെസ്റ്റഡ് സീക്വൻസ് ആണെങ്കിൽ that is has a non-empty intersection. അതായത് ഇന്റർസെക്ഷൻ n = 1 to infinity, I1 intersection I2 intersection I3 intersection എക്സെട്ര എന്ന് പറയുന്നത് not equal to 5 ആണ് എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു നെസ്റ്റഡ് ഇന്റർവെൽ സീക്വൻസ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എംപ്റ്റി ആയിരിക്കത്തില്ല. ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കത്തില്ല? എംപ്റ്റി ആയിരിക്കത്തില്ല. നമ്മൾ മുമ്പ് ഒരു നെസ്റ്റഡ് സീക്വൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അവിടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ നെസ്റ്റഡ് ചെയിൻ ആണ് പഠിച്ചത്. അത് ഇന്റർവെൽ അല്ല. ഇന്റർവെൽ ആണെങ്കിൽ റിയൽ നമ്പേഴ്സിന്റെ ഇന്റർവെൽ ആണ്. ഓക്കെ, അത് നാച്ചുറൽ നമ്പറുമായിട്ട് ബന്ധമുള്ളതല്ല, കംപ്ലീറ്റ് ഇന്റർവെൽ ആണ്. അവിടെ എന്ത് വരും? ഇന്റർസെക്ഷൻ നോട്ട് ഈക്വൽ ടു 5 വരും. അപ്പൊ ഇതിന്റെ പ്രൂഫ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ in നോട്ട് എംപ്റ്റി, ഇന്റർസെക്ഷൻ നോട്ട് എംപ്റ്റി ആണെന്ന് കാണിക്കുന്നത് ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് വഴിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒരു ഒറ്റ റിയൽ നമ്പർ എക്സിനെങ്കിലും ഈ പറയുന്ന എല്ലാ in-ലും ഉണ്ടെന്ന് നമ്മൾ കാണിച്ചാൽ മതി. ഒന്നുകൂടി ഞാൻ പറയാം. ഇന്റർസെക്ഷൻ n = 1 to infinity in നോൺ എംപ്റ്റി ആണെന്ന് കാണിക്കാൻ അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും ഉണ്ടെന്ന് കാണിക്കണം അല്ലെ. ആ ഒരു എലമെന്റിനെ ഞാൻ x എന്ന് വിളിച്ചാൽ ആ x ഇവിടെ ഉണ്ടാകണമെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്റർസെക്ഷനിൽ ഉണ്ടെങ്കിൽ അത് ഓരോ സെറ്റിലും ഉണ്ടായിരിക്കണം. അതായത് ഈ പറയുന്ന x I1-ലും I2-ലും I3-ലും എക്സെട്ര ഏതൊരു in എടുത്താലും അതിനകത്ത് ഈ പറയുന്ന x ഉണ്ടായിരിക്കണം. അതാണ് നമുക്ക് കാണിക്കേണ്ടത് അല്ലെ. അപ്പൊ ഞാൻ ആദ്യമേ ഒരു സെറ്റ് കൺസിഡർ ചെയ്തു. കൺസിഡർ ദ സെറ്റ് A = set of all an such that n belongs to n of left hand end points of the interval. അതായത് നമ്മളിപ്പോ an bn എടുക്കുമല്ലോ. ഇതാണ് ഇവിടുത്തെ നോക്കിയേ, ഇതാണ് ഇവിടുത്തെ A1, ഇത് B1, അടുത്ത ഇത് A2, രണ്ടാമത്തെ B2, A3, മൂന്നാമത്തെ B3.
അപ്പൊ നമുക്ക് കുറെ A1 A2 A3 A4 പോയിന്റ്സും കാണും, B1 B2 B3 B4 പോയിന്റ്സും കാണും. അതിൽ ആ ലെഫ്റ്റ് എൻഡ് ഉണ്ടല്ലോ, ആദ്യത്തെ പോയിന്റുകൾ എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു സെറ്റ് ഉണ്ടാക്കി, അതിനെ ഞാൻ A എന്ന് വിളിച്ചു. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ലെഫ്റ്റ് എൻഡ് പോയിന്റുകളെല്ലാം ചേർത്ത് ഞാൻ A എന്ന് വിളിച്ചു. ഇനി നിങ്ങൾ നോക്കുക, എല്ലാ ഇന്റർവെല്ലും നെസ്റ്റഡ് ആണ്. എല്ലാ ഇന്റർവെല്ലും നെസ്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ Bn ഈസ് ആൻ അപ്പർ ബൗണ്ട് ഫോർ A. നിങ്ങൾ നോക്കിയേ, ആദ്യത്തെ ഈ പറയുന്ന ANകൾക്ക് എപ്പോഴും ഇതിനകത്തുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ അകത്ത് പോകുമ്പോൾ ഒരിക്കലും ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, ഈ ഒരു ഇന്റർവെല്ലിന് അപ്പുറത്തോട്ട് ഇത് പോകത്തില്ല. അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന സാധനം അങ്ങ് തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ എല്ലാ AN എടുത്താലും അത് ഓരോ BNനേക്കാളും എന്തായിരിക്കും? ചെറുതായിരിക്കും. അതായത് നിങ്ങൾ ഈ ഒരു കാര്യം നോക്കുക, എവരി BN ഈസ് ആൻ അപ്പർ ബൗണ്ട് ഫോർ A. നമ്മൾ ഈ ഒരു സെറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ Aയിലുള്ള എല്ലാ എലമെന്റ്സിനേക്കാളും വലുതായിരിക്കും ആര്? ഓരോ BNനും, B1ഉം B2ഉം B3ഉം എല്ലാം ഈ പറയുന്ന എല്ലാ ANനേക്കാളും വലുതായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു അപ്പർ ബൗണ്ട് എങ്കിലും ഉണ്ടെന്ന് കിട്ടി. അതായത് ഈ പറയുന്ന A എന്ന് പറയുന്നത് ബൗണ്ടഡ് എബവ് ആണ്. ഒരു അപ്പർ ബൗണ്ട് എങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ബൗണ്ടഡ് എബവ് എന്ന് പറയാം. ഇനി അങ്ങനെയാണെങ്കിൽ ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് എന്താണ് പറയുന്നത്? AOC, ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് പറയുന്നത് ഒരു സെറ്റ് ബൗണ്ടഡ് എബവ് ആണെങ്കിൽ അതിനൊരു സുപ്രീമം ഉണ്ടായിരിക്കും എന്നാണ്, അല്ലെ? അപ്പൊ ബൗണ്ടഡ് എബവ് ആണ് എന്ന് കിട്ടിയത് കൊണ്ട് ഞാൻ പറയുന്നു അതിന് ഉറപ്പായിട്ടും ഒരു സുപ്രീമം ഉണ്ടായിരിക്കും. ആ സുപ്രീമത്തിനെ ഞാൻ X എന്ന് വിളിക്കുന്നു. അപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി? ഏതൊരു AN എടുത്താലും ആ N ലെസ് ദാൻ ഓർ ഈക്വൽ ടു X ആയിരിക്കും. അതല്ലേ സുപ്രീമത്തിന്റെ ഡെഫിനിഷൻ? AN എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ സെറ്റിലുള്ളത്, അല്ലെ? അപ്പൊ ഏത് AN എടുത്താലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു X ആണ് എന്നുള്ളതാണ് നമ്മുടെ സുപ്രീമത്തിന്റെ ഡെഫിനിഷൻ. ഇനി ഞാനൊരു പർട്ടിക്കുലർ ഇന്റർവൽ IN എടുക്കുന്നു. IN എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ AN, BN ആണ്. അത് ഏതെങ്കിലും ഇന്റർവൽ ആയിക്കോട്ടെ, ഏത് ഇന്റർവൽ ആണെങ്കിലും IN നമുക്ക് വിളിക്കാൻ പറ്റും, അല്ലെ? ഇനി സിൻസ് ഈച്ച് BN ഈസ് ആൻ അപ്പർ ബൗണ്ട് ഫോർ A, X ഈസ് ദി ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഇംപ്ലൈസ് X ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN. നമുക്കറിയാം ഈ പറയുന്ന ANകളുടെ സെറ്റിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് BN. കറക്റ്റ് ആണല്ലോ? അപ്പോ അപ്പർ ബൗണ്ട് ആണ് BN, അതേപോലെ തന്നെ X ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. ലീസ്റ്റ് അപ്പർ ബൗണ്ടും അപ്പർ ബൗണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് X എങ്കിൽ ഏതൊരു അപ്പർ ബൗണ്ട് ഞാൻ എടുത്താലും അത് Xനേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കും. കറക്റ്റ് ആണല്ലോ? അപ്പൊ ഞാനൊരു ഇന്റർവൽ IN ഈക്വൽ ടു AN BN എടുത്തു കഴിഞ്ഞാല് ആ BN എന്ന് പറയുന്നത് Aയുടെ അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് തന്നെ X ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ആയിരിക്കും. നിങ്ങൾ നോക്കിയേ, AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു X ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, X ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ആണെന്നും പറഞ്ഞു. അപ്പൊ ANനും BNനും ഇടയ്ക്കല്ലേ X വരത്തുള്ളൂ? ANനും BNനും ഇടയ്ക്ക് X വരുന്നത് കൊണ്ട് തന്നെ X ബിലോങ്സ് ടു IN ആയിരിക്കും. X ഈ ഒരു ഇന്റർവെല്ലിൽ കാണും. ഓക്കെ, അപ്പൊ ഏതൊരു IN ഞാൻ എടുത്താലും എനിക്ക് ഈ രീതിയിൽ X ബിലോങ്സ് ടു IN എന്ന് പറയാൻ പറ്റുന്നതുകൊണ്ട് X അതിന്റെ ഇന്റർസെക്ഷനിലും കാണും. ആ ഇന്റർസെക്ഷൻ നോൺ എംപ്റ്റി ആണ്. നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞു തുടങ്ങിയത്? X INൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി എന്നല്ലേ പറഞ്ഞത്? സോ നമ്മൾ ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് വഴി X INൽ ഉണ്ടെന്ന് നമുക്ക് കാണിക്കാൻ പറ്റി. സോ IN എന്താണ്? ആ ഒരു ഇന്റർസെക്ഷൻ നോൺ എംപ്റ്റി ആണെന്ന് കാണിക്കാൻ പറ്റി. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും പ്രൂഫുമാണ്. അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു തിയറമാണ് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി. Given any number X belongs to R, there exists a natural number and N belongs to N satisfying N greater than X. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കേൾക്കുമ്പോൾ സിമ്പിൾ ആണ്. ഏതൊരു റിയൽ നമ്പർ X നമ്മൾ എടുത്താലും ആ Xനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടായിരിക്കും. ഏത് നമ്പർ, ഇപ്പൊ 10,000 പോയിന്റ് അല്ലെങ്കിൽ 1, ഈ ഒരു 1,00,000 അല്ലെ, 1,00,000.102 എന്ന് പറയുന്ന റിയൽ നമ്പർ ഞാൻ എടുത്താൽ അതിനേക്കാൾ വലുതാണ് 1,00,001 അല്ലെ. അപ്പൊ ഏത് റിയൽ നമ്പർ ഞാൻ എടുത്താലും അതിനേക്കാളും വലിയ ഒരു നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഏത് റിയൽ നമ്പർ Y ഗ്രേറ്റർ ദാൻ 0, ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ ഞാൻ എടുത്താലും there exists an N belongs to N satisfying 1/N less than Y. ഓക്കെ, അപ്പോൾ ഒരു നാച്ചുറൽ നമ്പർ N ഉണ്ടായിരിക്കും 1/N less than Y ആകുന്ന രീതിയിൽ. ഇത് രണ്ടുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രൂഫിലോട്ട് പോകാം. നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ്? ഏതൊരു നാച്ചുറൽ നമ്പർ, ഏതൊരു X belongs to R എടുത്താലും ഒരു നാച്ചുറൽ നമ്പർ N ഉണ്ടായിരിക്കും, N ഗ്രേറ്റർ ദാൻ X ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ അല്ലേ? സോ നമ്മൾ ഇതിന്റെ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യുന്നു. അപ്പൊ N ഗ്രേറ്റർ ദാൻ X എന്ന് കാണിക്കാൻ ഞാൻ അതിന്റെ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യുന്നു. സപ്പോസ് ഓൺ ദ കോൺട്രറി ദാറ്റ് N ലെസ് ദാൻ ഓർ ഈക്വൽ ടു X, ഏതൊരു X ഒരു റിയൽ നമ്പർ എടുത്താലും Xനേക്കാൾ വലിയ നാച്ചുറൽ നമ്പർ ഇല്ല. അതായത് എല്ലാ നാച്ചുറൽ നമ്പറും Xനേക്കാൾ ചെറുതാണ്.
അപ്പൊ എനിക്ക് എന്ത് കിട്ടി? എല്ലാ നാച്ചുറൽ നമ്പറും എക്സിനേക്കാൾ ചെറുതാണെങ്കിൽ എക്സ് നാച്ചുറൽ നമ്പറിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് പറഞ്ഞൂടെ? ഡെഫിനിഷൻ അനുസരിച്ച് ആ സെറ്റിലെ എല്ലാ നമ്പേഴ്സും എക്സിനേക്കാൾ ചെറുതാണെങ്കിൽ എക്സ് ഒരു അപ്പർ ബൗണ്ട് ആണെന്നാണല്ലോ ഡെഫിനിഷൻ. അപ്പൊ ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന നാച്ചുറൽ നമ്പറിന് ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഉണ്ടെന്ന് പറയാം. അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഉണ്ടെന്നാണ് ആര് പറയുന്നത്? ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് പറയുന്നത്. ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ അത് സുപ്രീമം അല്ലേ? ഞാനൊരു ആൽഫ എടുത്തു. ആൽഫയാണ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സുപ്രീമം എന്ന് എടുത്തു. ഓക്കെ, സുപ്രീമം ഓഫ് നാച്ചുറൽ നമ്പർ ഈസ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എസ് ഒരു സുപ്രീമം ആണെങ്കിൽ എസ് മൈനസ് എപ്സിലോണിനേക്കാൾ വലിയ ഒരു എസ് മൈനസ് എപ്സിലോണിനേക്കാൾ ചെറുതായിട്ടുള്ള എസ് മൈനസ് എപ്സിലോണിനേക്കാൾ വലുതായിട്ടുള്ള ഒരു ആര് കാണും? എ ആ ഒരു സെറ്റിനകത്ത് കാണും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എപ്സിലോൺ ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എസ് മൈനസ് എപ്സിലോണിനേക്കാൾ വലിയ ഒരു നമ്പർ ഉറപ്പായിട്ടും ആ ഒരു സെറ്റിൽ കാണും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സുപ്രീമം ആൽഫയാണ്. എപ്സിലോണിന് പകരം ഞാൻ പോസിറ്റീവ് നമ്പർ ആയിട്ടുള്ള 1 എടുക്കുന്നു. അപ്പൊ ആൽഫ മൈനസ് 1 എന്ന് പറയുന്നത് ആൽഫയേക്കാൾ ചെറുതാണ്. അപ്പൊ എനിക്ക് എന്ത് പറയാം? ആൽഫ മൈനസ് 1 ഉറപ്പായിട്ടും നാച്ചുറൽ നമ്പറിന്റെ അപ്പർ ബൗണ്ട് അല്ല. കാരണം ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആൽഫയാണ്. അപ്പൊ അതിനേക്കാൾ ചെറിയ ഒരാൾ ഒരിക്കലും എന്താവത്തില്ല? അപ്പർ ബൗണ്ട് ആവത്തില്ല. അപ്പൊ ഏതോ ഒരു നാച്ചുറൽ നമ്പർ n ഉണ്ട്. എങ്ങനെ? ആൽഫ മൈനസ് 1നേക്കാൾ വലുതായിട്ടുള്ള. അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ, അപ്പർ ബൗണ്ട് ആണെങ്കിൽ എന്താ? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ നമ്പർ ആകണം. അപ്പർ ബൗണ്ട് അല്ലെങ്കിലോ ഒരു നാച്ചുറൽ നമ്പർ എങ്കിലും ഇതിനേക്കാൾ വലുതായിട്ട് കാണും. ആ നാച്ചുറൽ നമ്പറിനെ ഞാൻ n എന്ന് വിളിച്ചു. അപ്പൊ ആൽഫ മൈനസ് 1 ലെസ് ദാൻ n സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ഈ -1നെ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൽഫ ലെസ് ദാൻ n+1 എന്ന് കിട്ടുമല്ലോ. നിങ്ങൾ നോക്കിയേ, n ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ n+1 എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ ആൽഫയേക്കാൾ വലിയൊരു നാച്ചുറൽ നമ്പർ ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പോൾ ഇത് പറ്റത്തില്ല. കാരണം എന്താ? ഈ പറയുന്ന n+1 ഒരു നാച്ചുറൽ നമ്പർ ആണ്, പക്ഷെ ആൽഫ ഒരു അപ്പർ ബൗണ്ട് ആണ്. അപ്പർ ബൗണ്ട് ആണെങ്കിൽ എല്ലാ നാച്ചുറൽ നമ്പറും ആൽഫയേക്കാൾ ചെറുതായിരിക്കണം എന്നല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. എല്ലാ നാച്ചുറൽ നമ്പറും ആൽഫയേക്കാൾ ചെറുതാണ്, പക്ഷെ n+1 ആൽഫയേക്കാൾ വലുതാണ്. ഇതെന്തായി? കോൺട്രഡിക്ഷൻ ആയി. ഈ കോൺട്രഡിക്ഷൻ വന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സിനേക്കാൾ വലിയ നാച്ചുറൽ നമ്പർ ഉണ്ടെന്ന് പറയാം. അപ്പൊ ഒന്നുകൂടി, എല്ലാ നാച്ചുറൽ നമ്പറും എക്സിനേക്കാൾ ചെറുതായിരിക്കും നമ്മൾ വിചാരിച്ചു. അപ്പൊ എക്സ് ഒരു അപ്പർ ബൗണ്ട് ആയി. ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് വഴി അതിനൊരു സുപ്രീമം ഉണ്ട്. സുപ്രീമത്തിനെ നമ്മൾ ആൽഫ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ആൽഫ മൈനസ് 1 ലെസ് ദാൻ ആൽഫയാണ്. അപ്പോൾ ആൽഫ മൈനസ് 1 അപ്പർ ബൗണ്ട് ആകത്തില്ല. അപ്പർ ബൗണ്ട് ആകാതിരിക്കണമെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ ആൽഫ മൈനസ് 1നേക്കാൾ വലുതായിട്ട് കിട്ടണം. അപ്പോൾ ആൽഫ ലെസ് ദാൻ n+1 ആകും. n നാച്ചുറൽ നമ്പർ ആണെങ്കിൽ n+1 നാച്ചുറൽ നമ്പർ ആകും. ഇതൊരു കോൺട്രഡിക്ഷൻ ആകും. ഇതേപോലെ ഓരോ പോയിന്റ് ആയിട്ട് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്രൂഫ് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് തെളിയിക്കേണ്ടത് ഏതൊരു y ഞാൻ എടുത്താലും ഒരു 1/n ലെസ് ദാൻ y കാണുമെന്നാണ് കാണിക്കേണ്ടത്. അത് നമ്മുടെ ഒന്നാമത്തെ പാർട്ട് അനുസരിച്ച് ഒറ്റയടിക്ക് കിട്ടും. x ഈക്വൽ ടു 1/y കൊടുത്താൽ മതി. നോക്കിയേ, നമ്മൾ എന്താ പഠിച്ചത്? ഏതൊരു x എടുത്താലും ആ എക്സിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ കാണും അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, 1/y കിട്ടാൻ ഞാൻ അപ്പുറം ഇപ്പുറം 1/y ചേർക്കുന്നു. 1/x 1/y ചെയ്യുമ്പോൾ ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആകും. 1/n എന്ന് വന്നു. 1/x y ആണെന്ന് എടുത്താൽ y ഗ്രേറ്റർ ദാൻ 1/n. ഒറ്റയടിക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ടിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. x ഈക്വൽ ടു 1/y ആണെങ്കിൽ x ഗ്രേറ്റർ ദാൻ 1/y, ദാറ്റ് ഈസ് 1/n ലെസ് ദാൻ 1/y എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. x ഈക്വൽ ടു 1/y ആണെങ്കിൽ n ഗ്രേറ്റർ ദാൻ 1/y എന്നാണ്. അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെൻസിറ്റി ഓഫ് Q in R എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഫോർ എവറി 2 റിയൽ നമ്പേഴ്സ് A and B with A less than B, there exists a rational number R satisfying A less than R less than B. അതായത് ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് എയും ബിയും എടുത്താലും അതിന് രണ്ടിനും ഇടയ്ക്ക് ഒരു റാഷണൽ നമ്പർ ഉണ്ടായിരിക്കും R എന്ന് പറഞ്ഞിട്ട്. അതല്ലെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ പറയുന്ന അറിയാവോ? സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് Q ഈസ് ഡെൻസ് ഇൻ R. അപ്പൊ ഇത് 1 മാർക്കിന് ചോദിക്കും. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് Q ഈസ് ഡെൻസ് ഇൻ R എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതണം. ഇനി നിങ്ങളടുത്ത് പറയും പ്രൂവ് ദാറ്റ് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് Q ഈസ് ഡെൻസ് ഇൻ R എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്ന പ്രൂഫ് ആണ് എഴുതേണ്ടത്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് പ്രൂഫ് തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിജേഴ്സിന്റെ കോഷ്യന്റ് ആയിട്ടാണ് എഴുതുന്നത് അല്ലെ. രണ്ട് ഇൻഡിജറിന്റെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റിയാൽ അതിനെയാണ് റാഷണൽ നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്കും ബിക്കും ഇടയിൽ ഒരു റാഷണൽ നമ്പർ ഉണ്ടായിരിക്കും എന്ന് കാണിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എ ലെസ് ദാൻ m/n ലെസ് ദാൻ ബി എന്ന് കാണിക്കണം. ഈ എമ്മും എന്നും ആരായിരിക്കും? ഇൻഡിജേഴ്സ് ആയിരിക്കും. അത് ഞാൻ ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ, മുകളിൽ ഉള്ള ആൾ ഇൻഡിജർ ആണെങ്കിൽ താഴെ ഉള്ള ആൾ നാച്ചുറൽ നമ്പർ
ആയാൽ മതി. അതായത് നെഗറ്റീവ് ഇന്റിജറിനെ കൂടി നമുക്ക് മുകളിൽ കയറ്റിയിട്ട് താഴെ ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമ്മുടെ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ എഴുതിയതാണ്. മുകളിൽ ഇരിക്കുന്ന ആൾ ഇന്റിജറും താഴെ ഇരിക്കുന്ന ആൾ നാച്ചുറൽ നമ്പറും ആണെങ്കിൽ m/n ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. നമുക്ക് തെളിയിക്കേണ്ടത് a ലെസ് ദാൻ m/n ലെസ് ദാൻ b എന്ന് പറയുന്ന ഒരു m-ഉം n-ഉം ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. ഇനി ആദ്യമേ ഞാൻ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി അസ്യൂം ചെയ്യുന്നു. എന്തായിരുന്നു ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി? രണ്ടെണ്ണം ഉണ്ട്. ഏതൊരു റിയൽ നമ്പർ x എടുത്താലും x-നേക്കാൾ വലിയൊരു നാച്ചുറൽ നമ്പർ കാണും. ഏതൊരു റിയൽ നമ്പർ y എടുത്താലും y-നേക്കാൾ ചെറിയ ഒരു 1/n കാണും എന്നൊരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ. ആ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. a ലെസ് ദാൻ b ആണെന്ന് എനിക്കറിയാം. അപ്പൊ b മൈനസ് a എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ആ b മൈനസ് a-നേക്കാൾ ചെറിയ ഒരു 1/n കിട്ടുന്ന രീതിയിൽ ഒരു നാച്ചുറൽ നമ്പർ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ 1/n ലെസ് ദാൻ b മൈനസ് a എന്ന് എടുത്തു. ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ഞാനൊരു m ചൂസ് ചെയ്യാൻ പോവുകയാണ്. വി ഹാവ് ടു ചൂസ് m ടു ബി ദി സ്മാളസ്റ്റ് ഇന്റിജർ ഗ്രേറ്റർ ദാൻ na. അതായത് n എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ n ഇൻറ്റു a ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു റിയൽ നമ്പർ ആയിരിക്കും. ആ n-യുടെ തൊട്ടടുത്ത് വരുന്ന ഇന്റിജർ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന m എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 4.2 ആണ് എന്റെ na കിട്ടുന്ന ഉത്തരവെങ്കിൽ ഞാൻ എന്തെടുക്കും? 5 ആയിട്ട് എടുക്കും m. എന്ന് വെച്ചാൽ ആ 5 മൈനസ് 1 4 എന്ന് പറയുന്നതിനേക്കാൾ ചെറുതുമായിരിക്കും, അടുത്ത 5 എന്ന് പറയുന്നതിനേക്കാൾ വലുതുമായിരിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ m മൈനസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു na ആയിരിക്കും, ലെസ് ദാൻ m ആയിരിക്കും. m ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ ഒരു പർട്ടിക്കുലർ നമ്പർ na ലെസ് ദാൻ ഓർ ഈക്വൽ ടു m മൈനസ് 1. ഓക്കെ ആണല്ലോ. ഇതിന് എനിക്ക് എന്ത് പറയാം? na ലെസ് ദാൻ m. ഈ ഒരു ടേം മാത്രമാണ് ഞാൻ എഴുതുന്നത്. na ലെസ് ദാൻ m. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ലെസ് ദാനും ആണ്. na ലെസ് ദാൻ m ഞാൻ എടുത്താൽ a ലെസ് ദാൻ m/n വരും. ഈ n അപ്പുറത്ത് പോകുമ്പോൾ a ലെസ് ദാൻ m/n വരും. അത് അവിടെ നിൽക്കട്ടെ. ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. ഇനി ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ്. നോക്കിയേ, 1/n ലെസ് ദാൻ b മൈനസ് a ആണല്ലോ. അപ്പൊ ഞാൻ അതിൽ നിന്ന് എങ്ങനെ എഴുതുന്നറിയാവോ? ഈ a-ന് അപ്പുറത്തും 1/n-ന് ഇപ്പുറത്തും കൊണ്ടുപോകും. അപ്പൊ a ലെസ് ദാൻ b മൈനസ് 1/n എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്തേക്കുന്ന രണ്ടാമത്തെ കാര്യം m മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു na കൊടുക്കുന്നു. m മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു na, മൈനസ് 1 അപ്പുറത്ത് പോകുമ്പോൾ m ലെസ് ദാൻ ഓർ ഈക്വൽ ടു na പ്ലസ് 1 എന്ന് വരും. m ലെസ് ദാൻ n ഇൻറ്റു, നോക്കിയേ, a ലെസ് ദാൻ ഈ സാധനമാണല്ലോ. അപ്പൊ ഇവിടെയും ലെസ് ദാൻ ആണ്, ഇവിടെയും ലെസ് ദാൻ ആണ് അല്ലെ. അപ്പൊ a എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലുതാണ്. അപ്പോൾ ഇതിന് m എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എയുടെ കൂടെ a-ലേക്കാൾ വലിയൊരു നമ്പർ കൊടുത്താലും ഇനിക്വാളിറ്റി ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, കാരണം രണ്ടിടത്തും ലെസ് ദാൻ ആണല്ലോ. അപ്പൊ m ലെസ് ദാൻ n ഇൻറ്റു a കിടക്കുന്ന സ്ഥാനത്ത് a-യേക്കാൾ വലിയ നമ്പർ ഞാൻ എഴുതി, b മൈനസ് 1/n പ്ലസ് 1 എന്ന് എഴുതി. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, n ഇൻറ്റു b nb, n ഇൻറ്റു 1/n, n-ഉം n-ഉം വെട്ടിപ്പോയിട്ട് മൈനസ് 1 എന്ന് കിട്ടും, പ്ലസ് 1, മൈനസ് 1-ഉം പ്ലസ് 1-ഉം വെട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? nb എന്ന് കിട്ടും. ഈ m ലെസ് ദാൻ nb എന്നല്ലേ കിട്ടിയത്? ഈ n അപ്പുറത്ത് പോകുമ്പോൾ m/n ലെസ് ദാൻ b എന്ന് കിട്ടി. നിങ്ങൾ ഇക്വേഷൻ നമ്പർ 2 നോക്കിയേ, a ലെസ് ദാൻ m/n. ഇപ്പൊ 3-ൽ എന്താ കിട്ടിയേ? m/n ലെസ് ദാൻ b. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ a ലെസ് ദാൻ m/n ലെസ് ദാൻ b എന്ന് പറയാമല്ലോ. a ലെസ് ദാൻ m/n ലെസ് ദാൻ b. m/n എന്ന് പറയുന്നത് എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ്. അപ്പൊ a ലെസ് ദാൻ r ലെസ് ദാൻ b ആണ്, വേർ r ഈക്വൽ ടു m/n എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പൊ ഏത് രണ്ട് റിയൽ നമ്പർ എടുത്താലും ആ റിയൽ നമ്പേഴ്സിന് ഇടയ്ക്ക് എന്ത് കാണും? ഒരു റാഷണൽ നമ്പർ കാണും. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊറോളറി നോക്കാം. ഏത് രണ്ട് റിയൽ നമ്പർ എടുത്താലും അതിനിടയിൽ ഉറപ്പായിട്ട് എന്ത് കാണും? ഒരു ഇറാഷണൽ നമ്പറും കാണും. ഓക്കെ, അപ്പോൾ കൺസിഡർ ടു റിയൽ നമ്പർ a/√2 ആൻഡ് b/√2. ബൈ ഡെൻസിറ്റി തിയറം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു റാഷണൽ നമ്പർ r ഉണ്ട് a/√2-നും b/√2-നും ഇടയ്ക്ക്. ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ചോദിക്കും കേട്ടോ. ഈ പറയുന്ന റിയൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സും ഡെൻസ് ഇൻ r ആണ്, ഇറാഷണൽ നമ്പേഴ്സും ഡെൻസ് ഇൻ r ആണ്. രണ്ടും പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൂഫ് എഴുതണം, പിന്നെ ഈ പറഞ്ഞ പ്രൂഫ് എഴുതണം. എയും ബിയും ആണ് നമുക്ക് എടുക്കേണ്ടത്. ഞാൻ a/√2-ഉം b/√2-നും രണ്ട് റിയൽ നമ്പർ എടുത്താൽ നമ്മൾ ആദ്യം ചെയ്ത പ്രൂഫ് അനുസരിച്ച് അതിനിടയ്ക്ക് എന്ത് കാണും? ഒരു റാഷണൽ നമ്പർ കാണും. അപ്പൊ √2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ലെസ് ദാൻ √2 r ലെസ് ദാൻ b എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ √2 r എന്ന് പറയുന്നത് √2 ടൈംസ് ഒരു റാഷണൽ നമ്പർ ആണ്. അതെന്തായിരിക്കും? ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. അപ്പൊ a ലെസ് ദാൻ t ലെസ് ദാൻ b എന്ന് കിട്ടി. t എന്ന് പറയുന്ന √2 r ആണ്. അപ്പൊ a ലെസ് ദാൻ t ലെസ് ദാൻ b എന്ന് കിട്ടി. t എന്താണ്? ഇറാഷണൽ നമ്പർ ആണ്. അപ്പൊ ഏത് രണ്ട് റിയൽ നമ്പർ എടുത്താലും അതിനിടയ്ക്ക് ഒരു ഇറാഷണൽ നമ്പർ t ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ ഇപ്പൊ പ്രൂവ് ചെയ്തത്, നേരത്തെ പ്രൂഫ് വഴിയിട്ട്. എളുപ്പമല്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് എഴുതാമല്ലോ. അപ്പൊ അടുത്ത നമ്മൾ പഠിക്കുന്നത് എക്സിസ്റ്റൻസ് ഓഫ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഒരു പ്രൂഫാണ്.
ക്വസ്റ്റ്യൻ നോക്കിക്കോ. there exists a real number alpha belongs to R satisfying alpha square is equal to 2. അതായത് alpha square is equal to 2 വരുന്ന രീതിയിലുള്ള ഒരു റിയൽ നമ്പർ ആൽഫ ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. സ്ഥിരമായിട്ട് എക്സാമിന് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. സോ നമുക്ക് ഇതിന്റെ പ്രൂഫ് നോക്കാം. അപ്പൊ ഇതിന്റെ പ്രൂഫ് വരുമ്പോൾ നമ്മൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ബൈഹേർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ഒരു പ്രൂഫ് ഇങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നൊക്കെ. അപ്പൊ ലെറ്റ് ടി എന്ന് പറഞ്ഞാൽ സെറ്റ് ഡിഫൈൻ ചെയ്യുന്നു. ടി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ടി ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് ടി സ്ക്വയർ ലെസ് ദാൻ 2. അതായത് ടി സ്ക്വയർ ലെസ് ദാൻ 2 വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സിനെയും ചേർത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സെറ്റ് ഉണ്ടാക്കുന്നു. ഇനി 1 എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഈ ടിയിലുണ്ട് അല്ലെ. 1ന്റെ സ്ക്വയർ 2നേക്കാൾ ചെറുതായതുകൊണ്ട് തന്നെ 1 ടി എന്ന് പറയുന്ന സെറ്റിലുണ്ട്. അപ്പൊ ഈ സെറ്റ് നോൺ എം ടി ആണെന്ന് കിട്ടി. ഇനി ഈ സെറ്റ് എന്ന് പറയുന്നത് ബൗണ്ടഡ് എബവ് ബൈ 2 ആയിരിക്കും. കാരണം എന്താണ്, ബൗണ്ടഡ് എബവ് ബൈ 2 അല്ലായിരുന്നെങ്കിലോ? നിങ്ങൾ നോക്കിയേ, അതർവൈസ് ഇഫ് ടി ഗ്രേറ്റർ ദാൻ 2, അതായത് ബൗണ്ടഡ് എബവ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ ടിയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ്. അപ്പൊ ഞാൻ മറ്റേ കണ്ടീഷൻ ആലോചിക്കുന്നു. ടി ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിലോ ടി സ്ക്വയർ എന്ന് പറയുന്നത് 4 വരും. ടി സ്ക്വയർ ലെസ് ദാൻ 2 ആണെങ്കിലേ ഇവിടെ കിട്ടത്തുള്ളൂ അല്ലെ. അപ്പൊ ടി സ്ക്വയർ ഗ്രേറ്റർ ദാൻ 4 വന്നാൽ ഉറപ്പായിട്ടും ടി എവിടെ കാണത്തില്ല, ഈ പറയുന്ന ക്യാപിറ്റൽ ടിയിൽ കാണത്തില്ല. അതുകൊണ്ട് ടി ഗ്രേറ്റർ ദാൻ 2 ഒരിക്കലും വരത്തില്ല. ടി എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. സോ 2 എന്ന് പറയുന്നത് ഈ സെറ്റിന്റെ എന്താണ്, ഒരു അപ്പർ ബൗണ്ട് ആണ്. നോൺ എം ടിയുമാണ്, ബൗണ്ടഡുമാണെങ്കിൽ അതിനൊരു സുപ്രീമം ഉണ്ടായിരിക്കും എന്നാണ് ആര് പറയുന്നത്, ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് പറയുന്നത്. അപ്പൊ ടി നോൺ എം ടി ആണ്, ബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സബ്സെറ്റ് ഓഫ് ആർ ആണ്, ബൗണ്ടഡ് എബോവ് സബ്സെറ്റ് ഓഫ് ആർ ആണെങ്കിൽ ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് വഴി അതിനൊരു സുപ്രീമം ഉണ്ടായിരിക്കും. ആ സുപ്രീമത്തിനെ ഞാൻ ആൽഫ എന്ന് വിളിക്കുന്നു. ആൽഫ ഈക്വൽ ടു സുപ്രീമം ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്നാണ്. ബൈ റൂളിംഗ് ഔട്ട് ദ പോസിബിലിറ്റീസ് ആൽഫ സ്ക്വയർ ലെസ് ദാൻ 2 ആൻഡ് ആൽഫ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2. ആൽഫ ഒരു റിയൽ നമ്പർ ആണെങ്കിൽ ആൽഫയുടെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 3 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ആയിരിക്കും, ആൽഫ സ്ക്വയർ ഈക്വൽ ടു 2 ആയിരിക്കും, ആൽഫ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. നമ്മൾ ഇതും ഈ കണ്ടീഷന് നോക്കും, ഈ കണ്ടീഷന് നോക്കും. രണ്ടും തെറ്റാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആൽഫ സ്ക്വയർ ഈക്വൽ ടു 2 ആണെന്ന് പറയാം. കറക്റ്റ് അല്ലേ? അപ്പൊ ഞാൻ ആദ്യത്തെ കണ്ടീഷൻ എടുത്തു, ആൽഫ സ്ക്വയർ ലെസ് ദാൻ 2. ഇനി എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഇത് പഠിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. ലെസ് ദാൻ 2 ആകുമ്പോൾ നമ്മൾ 1/n കൊണ്ട് ആഡ് ചെയ്തിട്ട് ഹോൾ സ്ക്വയർ എടുക്കും. ആൽഫ പ്ലസ് 1/n ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ പകരം ആൽഫ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി, 2 ഇൻറ്റു ആൽഫ ഇൻറ്റു 1/n, 2 ആൽഫ 1/n പ്ലസ് ബി സ്ക്വയർ 1/n സ്ക്വയർ. എനിക്ക് ലെസ് ദാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ, ഈ 1/n സ്ക്വയറിൽ നിന്ന് 1/n മാത്രം ആക്കുന്നു. അതായത് 1/3 ലെസ് ദാൻ 1/9. ഓക്കെ, സോറി, 1/3 ഗ്രേറ്റർ ദാൻ 1/9 ആണ്. അപ്പോൾ ഈ ഒരു നമ്പറിൽ നിന്ന് ഒരു നമ്പർ n സ്ക്വയറിൽ നിന്ന് n മാത്രം ആക്കുമ്പോൾ പിന്നെയും അത് വലുതാകത്തേ ഉള്ളൂ. ഓക്കെ, 1/9 പകരം 1/3 ആക്കിയാൽ, അല്ലെങ്കിൽ 1/16 പകരം 1/4 ഒക്കെ ആക്കി കഴിഞ്ഞാൽ ഇത് വലുതാവത്തേ ഉള്ളൂ. സോ 1/n സ്ക്വയറിൽ നിന്ന് പിന്നെയും വലുതാവാൻ വേണ്ടിയിട്ട് ഞാൻ 1/n കൊടുത്തു. ഓക്കെ ആണല്ലോ? അപ്പൊ ആൽഫ സ്ക്വയർ പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ആൽഫ ബൈ n പ്ലസ് 1/n എന്ന് വരും. ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ പ്ലസ് 1 ഡിവൈഡഡ് ബൈ n എന്ന് വരും. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എപ്പോഴാണ് n സ്ക്വയർ കളയുന്നത് നമുക്ക് സ്വന്തമായിട്ട് എഴുതുമ്പോൾ കിട്ടത്തില്ല, അത് നോക്കി വെച്ചേക്കണം. ഓക്കെ, ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ പ്ലസ് 1/n എന്ന് കിട്ടി. ഇനി നിങ്ങൾ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആർക്കിമിഡിയൻ പ്രോപ്പർട്ടിയിൽ 1/n0 ലെസ് ദാൻ 2 മൈനസ് ആൽഫ സ്ക്വയർ ബൈ 2 ആൽഫ പ്ലസ് 1 നിങ്ങൾ ചുമ്മാ അങ്ങ് അസ്യൂം ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു നമ്പറിലേക്ക് എത്തിയതെന്ന് അറിയാൻ നിങ്ങൾക്കൊരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ നോക്കിയേ, ഇവിടെ എനിക്ക് 2 എന്ന ആൻസർ കിട്ടണം. ഈ ഫുൾ ആൻസറിൽ 2 എന്ന് കിട്ടണം. അപ്പൊ ആൽഫ സ്ക്വയർ പ്ലസ് സം നമ്പർ ചെയ്യുമ്പോൾ 2 കിട്ടണമെങ്കിൽ അത് ഉറപ്പായിട്ടും 2 മൈനസ് ആൽഫ സ്ക്വയർ ആയിരിക്കത്തില്ലേ? എന്നാലല്ലേ ആൽഫ സ്ക്വയറും വെട്ടിപ്പോത്തുള്ളൂ. സോ മുകളിൽ ഞാൻ എന്ത് എഴുതും, 2 മൈനസ് ആൽഫ സ്ക്വയർ എഴുതും. താഴെ ഈ മുകളിലത്തെ ഡിനോമിനേറ്റർ അങ്ങ് എഴുതും, 2 മൈനസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആൽഫ പ്ലസ് 1. അപ്പൊ എന്ത് വരുമെന്ന് നോക്കാം. ഈ 2 ആൽഫ പ്ലസ് 1 അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ആൽഫ പ്ലസ് 1 ഡിവൈഡഡ് ബൈ n0 ലെസ് ദാൻ 2 മൈനസ് ആൽഫ സ്ക്വയർ. ഓക്കെ ആണല്ലോ? ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ n പകരം ഞാൻ n0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, ആൽഫ പ്ലസ് 1/n0 ദ ഹോൾ സ്ക്വയർ ലെസ് ദാൻ, ഇവിടെ എന്താ വന്നത്, ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ പ്ലസ് 1/n0 എന്ന് വരും. കറക്റ്റ് അല്ലേ? അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ പ്ലസ് 1/n0 വലുതാണ് ഇത്. അപ്പൊ എനിക്ക് ഈ ഒരു സാധനത്തിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2 മൈനസ് ആൽഫ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൽഫ സ്ക്വയറും വെട്ടിയിട്ട് 2 എന്ന് വന്നു.
ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയേ, ആൽഫ പ്ലസ് 1/n0ന്റെ സ്ക്വയർ 2-നേക്കാൾ ചെറുതാണ്. നമ്മൾ ടി എന്ന് പറയുന്ന സെറ്റ് ഡിഫൈൻ ചെയ്ത് എന്താണ്, സെറ്റ് ഓഫ് ഓൾ ടി സച്ച് ദാറ്റ് ടി സ്ക്വയർ ലെസ് ദാൻ 2 എന്നാണ് അല്ലെ. ഏതോ ഒരു പുള്ളിക്കാരന്റെ സ്ക്വയർ ലെസ് ദാൻ 2 വന്നെങ്കിൽ ഈ പുള്ളിക്കാരൻ എവിടെ കാണണം, ടി എന്ന് പറയുന്ന ആ ഒരു സെറ്റിൽ കാണും അല്ലെ. അപ്പൊ ടി എന്ന് പറയുന്ന സെറ്റിൽ ആൽഫ പ്ലസ് 1/n0 ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആൽഫ എന്ന് പറയുന്നത് സുപ്രീമം ടി ആയിരുന്നു. ആൽഫയേക്കാൾ വലിയൊരു നമ്പർ എടുത്തിട്ട് അത് ടിയിലുണ്ടെന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ഷൻ വന്നില്ലേ? ആൽഫയ്ക്കകത്ത് ടിയിലുള്ള എല്ലാ നമ്പേഴ്സിനേക്കാളും വലുതാണ് ആൽഫ എന്ന് പറഞ്ഞിട്ട് ആൽഫയേക്കാൾ വലിയൊരു നമ്പർ ടിയിലുണ്ടെന്ന് പറഞ്ഞാൽ അതെന്താണ്, കോൺട്രഡിക്ഷൻ ആണ്. അപ്പോ ഇവിടെ കോൺട്രഡിക്ഷൻ വന്നു, കാരണം ആൽഫ ഒരു അപ്പർ ബൗണ്ട് ആണെന്നുള്ളതിനെ കോൺട്രഡിക്ട് ചെയ്തു. അപ്പൊ ആൽഫ സ്ക്വയർ ലെസ് ദാൻ 2 സംഭവിക്കത്തില്ല. അപ്പൊ ഇനി നമ്മുടെ ചാൻസ് ആൽഫ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ആണ്. അവിടെ നമ്മൾ ആൽഫ പ്ലസിന് പകരം ആൽഫ മൈനസ് 1/n ദ ഹോൾ സ്ക്വയർ ചെയ്യും. ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ ബൈ എൻ പ്ലസ് 1/n സ്ക്വയർ എന്ന് വരും. എ മൈനസ് പി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഗ്രേറ്റർ ദാൻ ഇങ്ങോട്ട് കിട്ടണം. ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ, ഈ ടേം മൊത്തത്തിൽ അങ്ങ് കളയും. അപ്പൊ ഇങ്ങോട്ടാണ് ഗ്രേറ്റർ ദാൻ കിട്ടേണ്ടതെന്നൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ടേം മൊത്തത്തിൽ അങ്ങ് കളഞ്ഞാൽ ഇതെന്ന് പറയുന്നത് മൊത്തമുള്ള ടേമിൽ നിന്ന് ഒരു ടേമും പറഞ്ഞ ഇത് ചെറുതായി പോവുമല്ലോ. അപ്പൊ ഇത് ചെറുതായി, മറ്റത് വലുതായി. സോ ലെസ് ഗ്രേറ്റർ ദാൻ ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ ബൈ എൻ. അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി വീണ്ടും എന്റെ പഴയ പരിപാടി, എനിക്ക് ഇവിടെ എന്ത് കിട്ടണം, 2 കിട്ടണം. അപ്പൊ ആൽഫ സ്ക്വയർ മൈനസ് സം നമ്പർ ചെയ്യുമ്പോൾ 2 കിട്ടണമെങ്കിൽ അത് മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് 2 ആയിരിക്കും അല്ലെ. അത് ഞാൻ ആ മൈനസ് കോമൺ എടുത്താൽ ആൽഫ സ്ക്വയർ മൈനസ് മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് 2 അല്ലേ വന്നത്. അപ്പൊ മൈനസ് കോമൺ എടുക്കുമ്പോൾ ആൽഫ സ്ക്വയർ മൈനസ് 2 എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ എന്തെടുക്കുന്നു, ആൽഫ സ്ക്വയർ മൈനസ് 2 ഡിവൈഡഡ് ബൈ ഈ മുകളിലത്തെ ന്യൂമറേറ്റർ എടുക്കുന്നു. ഇങ്ങനെയാണ് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ 1/n1 ഉണ്ടായിരിക്കും ലെസ് ദാൻ ആൽഫ സ്ക്വയർ മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 ആൽഫ. 2 ആൽഫ അപ്പുറത്ത് പോകുമ്പോൾ 2 ആൽഫ ബൈ n1 ലെസ് ദാൻ ആൽഫ സ്ക്വയർ മൈനസ് 2. അപ്പൊ ഞാൻ നോക്കിയേ, ഇതിന് അപ്പുറം ഇപ്പുറം നെഗറ്റീവ് എടുക്കുന്നു. എനിക്ക് ആ ഒരു ഗ്രേറ്റർ ദാൻ കിട്ടാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് എടുക്കുന്നു. മൈനസ് 2 ആൽഫ ഡിവൈഡഡ് ബൈ n1 ഗ്രേറ്റർ ദാൻ മൈനസ് ഓഫ് ആൽഫ സ്ക്വയർ മൈനസ് 2. ഇനി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൽഫ മൈനസ് 1/n1 ദ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ ബൈ n1 ആണ്. നിങ്ങൾ നോക്കിയേ, ഈ മൈനസ് 2 ആൽഫ ബൈ n1നേക്കാൾ ചെറുതാണ് ആര്, ഈ പറയുന്ന നമ്പർ. അപ്പോൾ അതിനേക്കാൾ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടുത്തെ സിമ്പൽ തന്നെ ആയിരിക്കണം ഇവിടുത്തെ സിമ്പലും. ഓക്കെ, അപ്പൊ മൈനസ് ഓഫ് ആൽഫ സ്ക്വയർ മൈനസ് 2 എന്ന് വന്നു. അത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് 2 എന്ന് വരും. വെട്ടിപ്പോയിട്ട് എനിക്ക് 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ആൽഫ മൈനസ് 1/n1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പൊ ഇവിടെ വന്ന് എന്താണ്, ആൽഫ മൈനസ് 1/n1ന്റെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ ആൽഫ മൈനസ് 1/n1 ഒരിക്കലും എവിടെ വരത്തില്ല, ടിയിൽ വരത്തില്ല. ഓക്കെ, ഇതിനകത്തുള്ള ആൽഫയിൽ നിന്ന് 1/n1 കുറയ്ക്കുന്ന നമ്പർ ടിയിൽ വരത്തില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആൽഫയിൽ നിന്ന് 1/n1 കുറയ്ക്കുന്നത് ടിയുടെ ഒരു അപ്പർ ബൗണ്ട് ആണെന്നാണ്. ഓക്കെ, അപ്പൊ ടിയുടെ അപ്പർ ബൗണ്ട് ആയിട്ട് കിട്ടിയപ്പോൾ അവിടുത്തെ സുപ്രീമം ആൽഫ അല്ലാതായി. ആൽഫയേക്കാൾ ചെറിയൊരു നമ്പർ ഒരു അപ്പർ ബൗണ്ട് ആയാൽ ആൽഫ സുപ്രീമം ആവത്തില്ലല്ലോ. അപ്പൊ വീണ്ടും കോൺട്രഡിക്ഷൻ വന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺട്രഡിക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ആൽഫ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 പറ്റത്തില്ല എന്ന് പറയാം. അപ്പോൾ ആൽഫ സ്ക്വയർ എന്തായേ പറ്റൂ, ഈക്വൽ ടു 2 ആയേ പറ്റൂ. അപ്പൊ ലെസ് ദാൻ 2 ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്ന രണ്ട് പോസിബിലിറ്റി കളഞ്ഞിട്ട് നമ്മൾ എന്ത് പറയുന്നു, ആൽഫ സ്ക്വയർ ഈക്വൽ ടു 2 ആണെന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തത്, ഷോ ദാറ്റ് ദ ഓർഡേർഡ് ഫീൽഡ് ക്യൂ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഡസ് നോട്ട് പൊസസ് ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് എന്നുള്ളതാണ്. അത് വളരെ എളുപ്പമാണ്. അതായത് റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിൽ എന്തില്ല, ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് ഇല്ല എന്നാണ് കാണിക്കേണ്ടത്. ഞാനൊരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു. നമ്മൾ നേരത്തെ എടുത്ത അതേ സെറ്റ് തന്നെയാണിത്. ആ സെറ്റിന്റെ സുപ്രീമോ ആരാണെന്ന് എനിക്കറിയാം. നമ്മൾ എബവ് ആർഗ്യുമെന്റ് അനുസരിച്ച് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2, അതായത് എക്സ് ഈക്വൽ ടു സുപ്രീമം ടി. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ആൽഫ സ്ക്വയർ ആണെന്നാണ് നമ്മൾ അവിടെ എടുത്തത്. ആൽഫ ഈക്വൽ ടു സുപ്രീമം ടി ആണെങ്കിൽ ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ആണെന്നാണ് നമ്മൾ അവിടെ കാണിച്ചത്. ഓക്കെ, അപ്പൊ എബവ് ആർഗ്യുമെന്റിൽ നമുക്ക് ആ ഒരു സംഭവം പറഞ്ഞു വെക്കാൻ പറ്റും. എക്സാമിന് ചോദിച്ചാൽ ആ ഒരു പ്രൂഫ് മൊത്തം ആദ്യമേ എഴുതേണ്ടി വരും കേട്ടോ. അപ്പൊ എക്സ് ഈക്വൽ ടു സുപ്രീമം ടി ആണ്. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു √2 അല്ലേ. ആ എക്സ് ഈക്വൽ ടു √2 ആണ് ഇവിടുത്തെ സുപ്രീമോ എന്ന് പറയുന്നത്. അതെന്തല്ല, റാഷണൽ നമ്പർ അല്ല. അതായത് ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് ഇല്ലെന്ന് കാണിക്കാനായിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാവോ, ഇവിടെ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുന്നു. റാഷണൽ നമ്പേഴ്സിന് ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുന്നു. പക്ഷെ ആ റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് ബൗണ്ടഡ് എബവ് ആണെങ്കിലും അവിടുത്തെ സുപ്രീമം റാഷണൽ നമ്പർ ആയിരിക്കത്തില്ല. ആ ഒരു സാധനമാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ ഈ ഒരു സെറ്റ് റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്, ബൗണ്ടഡ് എബവ് ആണ്. പക്ഷെ അവിടുത്തെ സുപ്രീമോ എന്താണ്, ഒരു ഇറാഷണൽ നമ്പർ √2 ആണ്.
സോ ഇറാഷണൽ നമ്പർ √2 ആയതുകൊണ്ട് നിങ്ങൾ ഇവിടെ നോക്കിയേ, ഈ സെറ്റ് ബൗണ്ടഡ് എബവ് ആണ്, പക്ഷെ അതിന് എന്തില്ല, ക്യൂയിൽ സുപ്രീമോ ഇല്ല. റാഷണൽ നമ്പറിൽ റിയൽ നമ്പറിൽ ഉണ്ടായിട്ട് കാര്യമില്ല, ക്യൂയിൽ സുപ്രീമോ ഇല്ല. അതുകൊണ്ട് ഈ പറയുന്ന ക്യൂ എന്ന് പറയുന്ന ആള് ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് ഷോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു പഠിക്കുക. ഓക്കെ ആണല്ലോ.